സന്തോഷ വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഓണം എക്സാമിന്റെ +2 കൊമേഴ്സിന്റെയും ഹ്യൂമാനിറ്റീസിന്റെയും ഒക്കെ ഓണം എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അറിയാൻ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അല്ലേ? വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമുക്ക് ആവശ്യത്തിന് പഠിക്കാൻ സമയമുണ്ട്. നമ്മൾ ഒട്ടും ടൈറ്റ് ആയിട്ടല്ല പോകുന്നത്. സെപ്റ്റംബർ 4-ാം തീയതി തുടങ്ങുന്ന നമ്മുടെ എക്സാം ഫിനിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ 12 വ്യാഴാഴ്ചയാണ്. ഓണത്തിന് 2 ദിവസം മുന്നേ തന്നെ നമ്മുടെ ഈ ഓണം എക്സാമിന്റെ ടെൻഷൻസ് ഒക്കെ നമ്മൾ ഇറക്കി വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ ദിവസം എന്താണ് എക്സാമിനുള്ളത് അല്ലേ? നമ്മുടെ പാർട്ട് 2 ലാംഗ്വേജസ് ആണ് ആദ്യത്തെ ദിവസം, അതായത് നമ്മുടെ 4-ാം തീയതി നമ്മുടെ എക്സാമിനുള്ളത്. ആൻഡ് 5-ാമത്തെ ദിവസം നിങ്ങൾ പേടിക്കേണ്ട, ഇംഗ്ലീഷ് എഴുതുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഇംഗ്ലീഷ് എഴുതുന്നുണ്ട് അല്ലേ? അപ്പോൾ 5-ാമത്തെ ദിവസം നമ്മളിതാ ഇംഗ്ലീഷ് എക്സാം പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ആദ്യത്തെ 2 യൂണിറ്റ് ആണ് നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിനുള്ളത്. അപ്പോൾ നമ്മുടെ നെയിം സാറിൻ്റെ ക്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ 5-ാം തീയതി തേഴ്സ്ഡേ നമുക്ക് ആ പഠിച്ച കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ഇറക്കി വെക്കാം. ഇനിയുള്ളത് 6-ാം തീയതി ഫ്രൈഡേ മാത്സ് ആണ്. എല്ലാവർക്കും ഒന്നും എക്സാം ഇല്ല അല്ലേ? അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് എത്ര ദിവസം കിട്ടുന്നുണ്ട്? 6-ന് മാത്സ് എക്സാം ഇല്ലാത്ത ആൾക്കാർക്ക് 6 കൂടി ഉണ്ട്. 7, 8, 9-ന് രാവിലെ പൊളിറ്റിക്സ് അഥവാ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. ചില ആൾക്കാർക്ക് പൊളിറ്റിക്സ് ആണ്, ചില ആൾക്കാർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. ഹ്യൂമാനിറ്റീസിൻ്റെ സ്റ്റുഡൻസിന് അന്നും റിലാക്സേഷൻ ഉണ്ട്. പക്ഷെ ആർക്കില്ല? അന്ന് സ്റ്റാറ്റിയുടെ എക്സാം കൂടി ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ മാത്രമേ എക്സാം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിങ്കളാഴ്ച തൊട്ട് രാവിലെയും ഉച്ചയ്ക്കും എക്സാം ഉണ്ട്. പക്ഷെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. എല്ലാവരും ടെൻഷൻ അടിക്കേണ്ട, ഏതെങ്കിലും ഒരു സെഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ 10-ാം തീയതി ട്യൂസ്ഡേയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സൽസബീൻ സാറിൻ്റെ എക്കണോമിക്സ് ആണ്. അത് ഗംഭീരമായിട്ട് അതിന് പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ 10-ാം തീയതിയോട് കൂടിയിട്ട് ഓണം എക്സാം എക്കണോമിക്സിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും അല്ലേ? അത് കഴിഞ്ഞ് 11 വെനസ്ഡേ ജോഗ്രഫി ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്. ഒരു ഭാഗത്ത് മാസിൻ സാറ്, മറുഭാഗത്ത് അക്കൗണ്ടൻസിയുടെ നിങ്ങളുടെ ലിബാൻ സാറ്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ 11-ാം തീയതി രാവിലെ കഴിഞ്ഞു. 11-ന് ഉച്ചയ്ക്ക് സോഷ്യോളജി, നമ്മുടെ ഐശ്വര്യ മിസ്സിന് സോഷ്യോളജി ആണ് അല്ലേ? അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസും അതേപോലെ നിങ്ങളുടെ ഹിസ്റ്ററിയും വരുന്നത്. അപ്പം നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം പഠിക്കാൻ കിട്ടുന്നുണ്ട്. കൊമേഴ്സിൻ്റെ സ്റ്റുഡൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസിൻ്റെ സ്റ്റുഡൻസിനാണ് ആദ്യത്തെ എക്സാമിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയമുള്ളത്. അപ്പൊ ഇത്തവണത്തെ നമ്മുടെ ഓണം എക്സാമിന്റെ ടൈം ടേബിൾ പൊളിച്ചു അല്ലേ? അപ്പൊ ഇതാ ഈ ടൈം ടേബിൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാ, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? ഒരു പേപ്പറിൽ ഭംഗിയായിട്ട് എഴുതിയിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന തന്നെ സൈഡിലൊന്ന് ഒട്ടിച്ച് വെക്കുക. ഈ ടൈം ടേബിൾ വെച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ട് നമ്മുടെ എല്ലാ പ്ലാനുകളും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓണം എക്സാമിന് ഓൾ ദി ബെസ്റ്റ്.